നമ്മൾ തേടി ട്രാവൻകൂർ കമ്മ്യൂണിക്കേഷന്റെ ദൃശ്യവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. ചെങ്കോട്ടണാശ്രമം നമ്മുടെ കേരളത്തിലെ സനാതന ധർമ്മവിശ്വാസികളുടെ എന്നും ഒരു പ്രേരക ശക്തിയാണ്. സ്വാമിജി വന്നതിന് ശേഷവും ഇപ്പോൾ ആ പ്രേരക ശക്തിയുടെ ഊർജവും ആർജവും കൂടിയതായിട്ടാണ് കേരളത്തിലെ സനാതന ധർമ്മവിശ്വാസികൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെയും പുതിയ കാലത്തിൻ്റെ നീക്കങ്ങളെയും ഒക്കെ ചെങ്കോട്ടണാശ്രമം എങ്ങനെ നോക്കിക്കാണും? ഇത് ഒരു തപോഭൂമിയാണ്. അതെ, അതാണ് ആദ്യമേ പറയാനുള്ളത്. കാരണം 45 വർഷക്കാലം ഒരു സിദ്ധപുരുഷൻ, മഹാജ്ഞാനി, ഒരു 14 സെൻറ്റ് മാത്രം വിസ്തീർണമുള്ള ഒരു വളപ്പിൽ നിന്ന് പുറത്തു പോകാതെ തപസ്സനുഷ്ഠിച്ച ഒരു സ്ഥലമാണ്. ഇപ്പോൾ ശ്രീരാമ ഉപാസന ചെയ്ത് അധ്യാത്മരാമായണം ശ്രവിച്ച് മഹാസിദ്ധനായി മാറിയ ഒരു മഹാത്മാവിൻ്റെ കഥയാണ് ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത്. ജന്മനാ സിദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ഒരു 21 വയസ്സുവരെ വളരെ പ്രസിദ്ധമായ മടവൂർപ്പാറ മഹാദേവ ക്ഷേത്രത്തിൽ, ഗുഹാക്ഷേത്രമാണ്, പാറയിലുള്ളതാണ്. അന്നവിടെ കാടായിരുന്നു, കുരങ്ങന്മാരും മറ്റും ധാരാളമുള്ള ഒരു പ്രദേശമായിരുന്നു. അവിടെയാണ് അദ്ദേഹം തപോഭൂമിയായി തിരഞ്ഞെടുത്തത്. നിരവധി ആളുകൾ അവിടെയും അദ്ദേഹത്തെ കാണാൻ വരുമായിരുന്നു. അന്ന് പ്രായം 21 താഴെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പം ജന്മനാ സിദ്ധനായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള ഒരു മഹാത്മാവ് അദ്ദേഹത്തിൻ്റെ 21 വയസ്സ് കഴിയുമ്പോൾ മടവൂർപ്പാറ നിന്ന് വന്നെത്തിയത് ഈ സ്ഥലത്താണ്. മടവൂർപ്പാറ ഇവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ കഷ്ടിച്ച്. ഇവിടെ അദ്ദേഹം വെറും ഒരു ഓലക്കുടിൽ മാത്രം ഉണ്ടാക്കി അതിനകത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ അന്നദാനത്തിന് വേണ്ടി അദ്ദേഹം വിനിയോഗിക്കുകയാണ് ചെയ്തത്. സമ്പാദ്യം മീൻസ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എഴുതി വിറ്റ് ആ തുക കൊണ്ട് ആഹാരം ഉണ്ടാക്കി ഭക്തജനങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ അതിനെ ചായക്കടയിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു. കാരണം ചായയും കൊടുക്കും, പുട്ടും കൊടുക്കും, പയറും കൊടുക്കും. അന്ന് ഈ ഉറട്ടി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള പലഹാരങ്ങൾ, പത്തിരി എന്നൊക്കെ വടക്കോട്ട് പറയും, അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ആ രീതി തിരിച്ചു പൈസ വാങ്ങുകയുമില്ല. ആരെങ്കിലും ഇട്ടാൽ അവിടെ ഇട്ടിട്ട് പോകും, അതെടുത്ത് വീണ്ടും ഉണ്ടാക്കും. അവസാനം അങ്ങനെ അത് ആ ഒരു വലിയ ഒരു എന്താണ് അദ്ദേഹം ചെയ്തത് എന്ന് നാട്ടുകാർക്ക് സാധാരണ രീതിയിൽ മനസ്സിലായില്ല. അതൊരു ചായക്കട എന്നേ ആളുകൾക്ക് മനസ്സിലാവും. പക്ഷേ അദ്ദേഹം ചെയ്തത് വലിയൊരു അന്നദാന യജ്ഞമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ആഹാരം, അതിൻ്റെ രുചി മനസ്സിലാക്കിയിട്ട് കിലോമീറ്ററുകൾ അകലെ നിന്ന് ആളുകളുടെ വരുമായിരുന്നു. കിലോമീറ്ററുകൾ അകലെ നിന്ന് ആ റോഡ് സൈഡിലായിരുന്നു അത് അങ്ങനെ ഉണ്ടായിരുന്നത്. അവസാനം ഒരു ചെറിയൊരു ചപ്രം ഇവിടെ വെച്ചിട്ടുണ്ട് അദ്ദേഹം. അത് ശ്രീരാമ സീതയുടെ പട്ടാഭിഷേക പടം രാജാ രവിവർമ്മ വരച്ചിട്ടുള്ളതിൻ്റെ കോപ്പി. അത് ഫ്രെയിം ചെയ്തൊരു ചപ്രത്തിൽ വെച്ച് അതിനെയാണ് ശ്രീകോവിലായി സങ്കല്പിച്ച് അതിനകത്തിരുന്നു കൊണ്ടാണ് അദ്ദേഹം അഭിഷേകവും പട്ടാഭിഷേകവും ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടുത്തെ പൂജയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം സ്വീകരിച്ചു വന്ന ആ ഒരു വഴി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആശ്രമത്തിൻ്റെ പേര് ശ്രീ രാമദാസ് ആശ്രമം എന്നാണ്. ഇപ്പോൾ രാമദാസൻ എന്ന് പറയുന്നത് ആഞ്ജനേയ മഹാപ്രഭുവാണ്. അപ്പോൾ എങ്ങനെയാണോ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ആഞ്ജനേയ മഹാപ്രഭു ഉപാസിച്ചിരുന്നത്, അത്രത്തോളം ശ്രദ്ധയോടും സമർപ്പണത്തോടും ഭക്തിയോടും കൂടി ഉള്ള ഒരു ഉപാസനാ പദ്ധതിയാണ് ഈ ആശ്രമത്തിൻ്റെ തുടക്കം മുതൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട്. രാമചന്ദ്രനാണ് ഹനുമാൻ സ്വാമിയുടെ ഗുരു. അപ്പോൾ ആ രീതിയിൽ സ്വയം ആത്മാരാമനായി മാറിയ ഒരു മഹാപുരുഷനാണ് ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ. അദ്ദേഹം 4ാം ക്ലാസ് വരെ പോലും പഠിച്ചിട്ടില്ല. പക്ഷേ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് ആളുകൾ വന്ന് ഏത് ഭാഷയിൽ സംസാരിച്ചാലും അദ്ദേഹം മറുപടി കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ പാസ്റ്റ് എന്നോ പ്രസൻ്റ് എന്നോ ഫ്യൂച്ചർ എന്നോ ഉള്ള പരിമിതികളൊന്നും കൂടാതെ തന്നെ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് എവിടെ നടക്കുന്ന കാര്യവും, എന്ന് നടന്ന കാര്യവും നടക്കാൻ പോകുന്ന കാര്യവും അറിഞ്ഞിരുന്ന ഒരു മഹാത്മാവായിരുന്നു ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ. അദ്ദേഹം സമ്പാദിച്ച സർവ തപസ്സിൻ്റെയും ശക്തി സമാധിയാകുന്നതിന് 3 ദിവസം മുമ്പ് സ്വന്തം ശിഷ്യനിലേക്ക് സംക്രമിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ഗുരുവിൻ്റെ കാര്യം പറഞ്ഞാലും സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ കാര്യം പറഞ്ഞാലും അദ്ദേഹവും ജന്മനാ സന്യാസിയാണ്. അദ്ദേഹം MG കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്തും ഷേവ് ചെയ്തിട്ടില്ല. മുടിയും താടിയൊക്കെ വളർത്തിയിട്ടുള്ള ഒരു രൂപമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്.
ഒരിക്കൽ പോലും ലൈഫിൽ അദ്ദേഹം ഷേവ് ചെയ്തിട്ട് പോലുമില്ല. 9-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദർശനം കിട്ടുന്നത്. പണിമൂലയാണ് അദ്ദേഹത്തിൻ്റെ ഭവനം, പണിമൂല ദേവീക്ഷേത്രത്തിന് ചേർന്നാണ്. അങ്ങനെ ബാലഗോപാലൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് രാത്രി ഉറങ്ങാനായിട്ട് കിടക്കുന്നയാളിനെ വിളിച്ച് വെളിയിൽ കൊണ്ടുവന്ന് മുറ്റത്ത് നിർത്തി അവിടെ ഒരു കളം വരച്ച്, നമ്മുടെ നാട്ടിൽ കിളിയം തട്ട് കളി എന്ന് പറയും, ആ രീതിയിൽ കളം വരച്ച് നമുക്ക് കളിക്കാം എന്ന് പറയുകയും അങ്ങനെ 9 വയസ്സായ ബാലനുമായിട്ട് കളിക്കുന്ന ഒരവസ്ഥ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും, ഒന്ന് ഭാവന ചെയ്താൽ മനസ്സിലാകും. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ കൃഷ്ണൻ്റെ ദർശനത്തെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ കണ്ണുനീർ ധാരധാരയായി ഒഴുകും. എപ്പോഴും വീടിൻ്റെ ഉള്ളിലുള്ള മുറിയിൽ കിടക്കാതെ പുറത്ത് ഇങ്ങനെ ആകാശം കാണത്തക്ക രീതിയിലായിരുന്നു അദ്ദേഹം കിടന്നിരുന്നത്. കുട്ടിക്കാലം മുതലേ അങ്ങനെ തന്നെയാണ്. 5 വയസ്സ് മുതൽ അദ്ദേഹം ഭാഗവതം വായിച്ചിട്ടേ കിടന്നുറങ്ങും. അങ്ങനെ കിടക്കുമ്പോൾ ഒരു ദിവസം കിടക്കുമ്പോഴാണ് ആകാശത്ത് നിന്ന് ഒരു വലിയ പ്രകാശം താഴേക്ക് വരുന്നതായിട്ട് അദ്ദേഹം കണ്ടത്. ആ പ്രകാശം താഴേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ എത്താറാകുമ്പോൾ അതൊരു മനുഷ്യൻ്റെ രൂപത്തിലേക്ക് വരികയും പിന്നെ കുറേ കൂടെ താഴോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായ ഇഷ്ടദൈവമായ കൃഷ്ണൻ തന്നെയാണത് എന്ന് ബോധ്യപ്പെടുകയും ആ രൂപത്തെക്കുറിച്ച് അദ്ദേഹം പറയും, ഒരു കൗപീനം മാത്രമാണ് അദ്ദേഹം ഉടുത്തിരുന്നത്. അതിൻ്റെ വാല്, കൗപീനത്തിൻ്റെ തുമ്പിങ്ങനെ തറയിൽ കിടന്ന് ഇഴയുന്ന അത്രയും ആ ഒരു രീതിയിലുള്ള ഒരു രൂപമാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ അങ്ങനെ കളിക്കുകയും രണ്ടുപേരും കൂടി, ആ കളി അറിയുന്നവർക്കൊക്കെ അറിയാം, ആ ഒരു ലൈനിലൂടെ ഓടുക, അത് ക്രോസ് ചെയ്യുമ്പോൾ മറ്റേ ആളിൻ്റെ അടി കിട്ടാതെ സൂക്ഷിക്കുക, അടി കൊണ്ടയാൾ പരാജയപ്പെട്ടു, ആ രീതിയിലാണ് ആ ഒരു കളി തന്നെ ഉള്ളത്, നാട്ടുപുറത്തൊക്കെ അറിയാം. അങ്ങനെ ഒരു പ്രാവശ്യം ശേഖരൻ എന്നായിരുന്നു സ്വാമിജിയുടെ പഴയ പേര്, അദ്ദേഹത്തിനിങ്ങനെ ഒരടി കിട്ടേണ്ട ഒരവസ്ഥ വന്നപ്പോൾ അടിച്ചില്ല, ഇനി ഞാൻ അടിക്കും എന്ന് പറയുകയും 2ാമത് ക്രോസ് ചെയ്യുമ്പോൾ ഒരടി കൊടുക്കുകയും ചെയ്യും. ആ അടിയുടെ ശബ്ദം കേട്ടിട്ട് വീട്ടുകാർ ഉണരുന്നു. ഇവിടെ ലോജിക്കിന് അല്ലെങ്കിൽ യുക്തിക്ക് യാതൊരു പ്രസക്തിയില്ല. എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ആ ഒരു 9 വയസ്സായ കുട്ടിക്ക് ഒരു അടി കിട്ടുമ്പോൾ ആ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണരുന്നതെന്നൊക്കെ ചോദിച്ചാൽ ആ ലോജിക്കിനൊന്നും യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങളാണ്. എന്തായാലും വീട്ടുകാർ ഉണർന്ന് താഴേക്ക് വെളിയിലിറങ്ങി വരുമ്പോൾ അവർ കാണുന്നത് ആകാശത്ത് നോക്കി കണ്ണുനീര് വാർത്തുകൊണ്ട് നിൽക്കുന്ന ഈ ബാലനെയാണ് അച്ഛനും അമ്മയും കാണുന്നത്. അത് എന്താണ് എന്ന് അവർ ചോദിച്ചപ്പോൾ ഒന്നും അവരോട് പറഞ്ഞിട്ടില്ല. പിൽക്കാലത്ത് സ്വാമിജി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. അപ്പോൾ എങ്ങനെയാണോ ആ ഒരു ചൈതന്യം താഴേക്ക് വന്ന് അത് മാനിഫെസ്റ്റ് ചെയ്ത് ശ്രീകൃഷ്ണൻ്റെ രൂപമായി സ്വന്തം മുന്നിൽ വരികയും അങ്ങനെ കളിക്കുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്ത് എങ്ങനെയാണോ വന്നത് അതുപോലെ മുകളിലേക്ക് പോയി ആ പ്രകാശമായിട്ട് തന്നെ പോയി ലയിക്കുകയാണ് ചെയ്തത്. അപ്പം എങ്ങനെയാണോ ഡിസെൻഡ് ചെയ്തത് അതുപോലെ അസെൻഡ് ചെയ്യുന്നു. ആ രീതിയിലാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു ദർശനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം അതൊക്കെ എത്രയോ ജന്മാന്തരങ്ങളുടെ തപസ്സിൻ്റെ ശക്തിയും ചൈതന്യവും ഉണ്ടെങ്കിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ്. അപ്പോൾ ഈ ജന്മത്തിൽ പ്രത്യേകം ചെയ്ത് തപസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവരെ സംബന്ധിച്ചില്ല. ഒന്ന്, അത്രയും മഹാത്മാവായ മഹാസിദ്ധനായ ജ്ഞാനിയായ നീലകണ്ഠ ഗുരുപാദർ, അദ്ദേഹം ഒരാളിനെ ശിഷ്യനായി സ്വീകരിക്കണമെങ്കിൽ ആ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാകണ്ടേ. അപ്പോൾ ആ നിലയിൽ സ്വാമിജി ഇവിടെ വരുമ്പോൾ തന്നെ എന്താണ് ആദ്യം MG കോളേജിൽ പഠിക്കുന്ന സമയത്ത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ റോഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, ചില സേവാ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആദ്യം ഇവിടെ കയറിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വരുമ്പോൾ ഇദ്ദേഹം ഒരു ഗ്ലാസ് പാല് കൊടുത്തു. അന്ന് കോളേജിൽ പഠിക്കുന്ന സമയമാണ്. പാല് കൊടുത്തപ്പോൾ അദ്ദേഹം അതിനെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, സാധാരണ നിലയിൽ ഞാൻ പാല് കുടിക്കാറില്ല, കുടിച്ചാൽ ഛർദ്ദിക്കുകയാണ് പതിവ്. ഇത് ഛർദ്ദിക്കുകയൊന്നുമില്ല, നീ കുടിച്ചോ എന്ന് പറയുകയും തലയിൽ ശിരസിൽ കൈവയ്ക്കുകയും അത് കുടിക്കുകയും ചെയ്തു. ഒരു പ്രശ്നവുമില്ല. എന്താണ് ഈ ഛർദ്ദിലിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് ഇദ്ദേഹം കുഞ്ഞായിരിക്കുന്ന സമയത്ത് വീട്ടിൽ പശുവിൻ്റെ അകടിൽ നിന്ന് നേരിട്ട് പാല് കുടിക്കുമായിരുന്നു. അപ്പോൾ അയൽവക്കത്തുള്ള ഒരാൾ കണ്ടുകൊണ്ട് വരികയും അതിനുശേഷം പാല് കുടിച്ചാൽ ഛർദ്ദിക്കുകയും. അപ്പോൾ അങ്ങനെയാണ് ആ കഥ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു, കോളേജ് പഠനമൊക്കെ കഴിഞ്ഞു. ഇദ്ദേഹം അമ്മയ്ക്കൊരു ലെറ്റർ എഴുതി. എൻ്റെ ജീവിതവും അതിൻ്റെ സ്വഭാവവും ഒക്കെ അമ്മയ്ക്ക് അറിയുന്നതാണല്ലോ. അപ്പം ഞാൻ എൻ്റെ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി യാത്രയാവുകയാണ്. എന്നെ ഓർത്ത് വിഷമിക്കരുത്, നിങ്ങൾക്ക് നല്ലതേ ഉണ്ടാവും എന്ന് പറഞ്ഞൊരു ലെറ്റർ എഴുതി. അടുത്ത ദിവസം രാവിലെ 3:30 മണി കഴിയുമ്പോൾ
വീട്ടിൽ നിന്ന് പുറപ്പെടാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ അദ്ദേഹം കിടക്കാനായിട്ട് തുടങ്ങുമ്പോൾ രാത്രി 10-10:30 മണി കഴിഞ്ഞു. അപ്പോഴാണ് ഒരു ദൂതൻ അവിടെ വരുന്നത്, ഒരാളവിടെ വരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സോമശേഖരൻ പിള്ള എന്നാണ്, ചെന്ന ആളിൻ്റെ പേര്. ഇവിടെ രാമായണ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇദ്ദേഹത്തെ ഗുരു അങ്ങോട്ട് അയച്ചതാണ്. നീ പോയി ഇന്ന വീട്ടിൽ പോയി ഇന്ന ആളിനെ ഇങ്ങോട്ട് വരെ കൂട്ടിക്കൊണ്ടുപോകാം. അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു, ഇദ്ദേഹം വന്ന് പറയുന്നത് ഇന്നതുപോലെ സ്വാമിയാർ മഠം എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. സ്വാമിയാർ മഠത്തിൽ സ്വാമിജി വിളിക്കുന്നുണ്ട്, അങ്ങ് കൂട്ടിക്കൊണ്ട് വരാനാണ് എന്നെ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും ആലോചിച്ചില്ല, എന്തായാലും ഇവിടെ വന്നു. വരുമ്പോൾ രാത്രി 1:30 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. കാരണം അവിടുന്ന് നടന്ന്, ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് നടന്ന് ഇവിടെ എത്തണമല്ലോ, ഒന്ന് നടന്നു പോകാനേ വഴിയുള്ളൂ. ഇവിടെ എത്തുകയും വരുമ്പോൾ അദ്ദേഹം ഈ മണ്ഡപത്തിൽ കാത്തിരിപ്പുണ്ടെങ്കിൽ എത്ര അർദ്ധരാത്രിയും ഇദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ വെളിച്ചം വേണ്ട എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. കാരണം അത്ര ഒരു പ്രഭയാണ്. ഇപ്പോൾ വരുമ്പോൾ കയ്യിലൊരു ബീഡിയുണ്ട്. വളരെ ഒരു അവധൂതനായിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ബീഡിയുടെ അർത്ഥവും അത് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാൻ സമയമുള്ളപ്പോൾ, എന്തിനാണ് അത്, ബീഡിയാണോ, ആ വലിക്കുന്നത് പുകവലിയാണോ, അതല്ല അതൊരു ഹോമസങ്കല്പമാണോ, അതുകൊണ്ട് എന്താണ് അദ്ദേഹം ലക്ഷ്യമാക്കുന്നത്, സാധിക്കുന്നത്, ഭക്തജനങ്ങളുടെ ദുരിതം എങ്ങനെയാണ് ഒരു ഹോമം ചെയ്യുന്ന സങ്കല്പത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് വേറെ കാര്യങ്ങളാണ്. അതൊക്കെ വളരെ വിശദമായി സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. അത് മഹാത്മാക്കളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആ രീതിയിലൂടെ വന്നപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം എവിടെ പോകണോ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു, ഞാൻ എവിടെ പോകുന്നുവെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. കൂട്ടുകാരോടോ വീട്ടുകാരോടോ നാട്ടുകാരോടോ ആരോടും പറയാത്ത സ്ഥിതിക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, ഒരാളിനെ വിടുകയും കൂട്ടിക്കൊണ്ട് വരാൻ പറയുകയും ചെയ്യണമെങ്കിൽ പോകുന്നു എന്നറിയാം, എവിടെ പോകുന്നു എന്നറിയാം, പോകുന്നതിൻ്റെ പിന്നിലുള്ള സങ്കല്പം അറിയാം. അതുകൊണ്ട് അതിന് മറുപടി വേണ്ട, കാരണം മനസ്സിലുള്ള ചിന്തകൾ അറിയാൻ കഴിയുന്ന ആളാണ് എന്നുള്ള ഒരു ബോധം ഇദ്ദേഹത്തിനുള്ള ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല. എവിടെ പോകുന്നല്ലോ എന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ നിന്നപ്പോൾ അവിടെയുള്ളതെല്ലാം ഇവിടെയും ഉണ്ട്. കാരണം ഇദ്ദേഹം പോകുന്നത് ഹിമാലയത്തിലേക്കാണ്. തപസ്സിന് വേണ്ടിയിട്ട് ഹിമാലയത്തിലേക്ക് പോകാൻ തയ്യാറായ ആളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ തലേ ദിവസം രാത്രി ഇതുപോലെ ആൾ അയച്ച് വിളിച്ചു വരുത്തി എവിടെ പോകുന്നല്ലോ എന്ന് ചോദിക്കുകയും അവിടെയുള്ളതൊക്കെ ഇവിടെയും ഉണ്ട്, അവിടെയും ഇവിടെയും ഒന്ന് തന്നെയാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതൊരു സാധാരണ ഒരു അനുഭവമല്ലല്ലോ. ഇപ്പോൾ ഗുരുവിൽ അതിനു മുമ്പേ വിശ്വാസമുണ്ട്. അത് മാത്രമല്ല, പിന്നൊന്ന് പറഞ്ഞത്, നീ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ ഇവിടെ വച്ചിട്ട് പോകുന്ന ബീഡിക്കെട്ടും അതുപോലെ തന്നെ ഈ സാമ്പ്രാണിത്തിരി ഉണ്ടല്ലോ, ചന്ദനത്തിരി എന്ന് പറയുന്നത്, അതുമൊക്കെ ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ്. അപ്പോൾ അത് ശിഷ്യനെ ബോധ്യപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ് ഗുരു ആരാണ് എന്താണ് എന്ന്. കാരണം ഇദ്ദേഹം ബസ്സിലും അല്ലാതെയുമൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ചേങ്കോട്ടുകുണത്തുകൂടി MG കോളേജിലാണ് പഠിച്ചത്. പോകുന്ന സമയത്തും വരുന്ന സമയത്തുമൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു സങ്കല്പം വയ്ക്കും. ഗുരു ബീഡി ഉപയോഗിക്കും, ചന്ദനത്തിരി ഇവിടെ പ്രധാനമാണ്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ഗുരുവിൻ്റെ പാദങ്ങളിൽ വയ്ക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ടാണ് പോകുന്നതും വരുന്നത്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. നീ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വച്ചിട്ട് പോയ സാധനങ്ങളൊക്കെ ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം എവിടെ നിന്ന് ആരെന്ത് ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും അറിയാൻ കഴിയുന്ന ഒരു വലിയ പാരമ്പര്യമാണ് ചെങ്കോട്ടുകോണം ആശ്രമത്തിൻ്റെത്. അത് ചെങ്കോട്ടുകോണം ആശ്രമത്തിന് മാത്രമല്ല, ഗുരുക്കന്മാരുടെ ആ നിലയിലെത്തിയ ആളുകളെ സംബന്ധിച്ചെല്ലാം അങ്ങനെ തന്നെയാണ്. അതിൻ്റെ പിന്നിലുള്ളൊരു ശാസ്ത്രം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ സാധാരണക്കാരെല്ലാം ജീവിക്കുന്നത് ഒരു 3Dക്കുള്ളിലാണ്, ത്രിമാനം അല്ലേ? അതാ ത്രിമാനത്തിനുള്ളിലാണ്, 3Dക്കുള്ളിലാണ്. അതെങ്ങനെ? അത് പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതി കൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത്. കാരണം നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയുന്ന മൃഗങ്ങളും പക്ഷികളുമുണ്ട്. നമ്മുടെ ചെവിക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങൾ കേൾക്കുന്ന മറ്റ് ജീവികളുണ്ട് അല്ലേ? അതുപോലെ തന്നെ സ്മെല്ല്, മനുഷ്യന് കിട്ടാത്ത സ്മെല്ല് നായ്ക്ക് പോലും കിട്ടുന്നുണ്ട്. നായ്ക്കുള്ള ഘ്രാണശക്തി മനുഷ്യനില്ല. ഇല്ലാതെ വന്നതൊക്കെ പിൽക്കാലത്താണ്, അത് പോകട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതിക്കുള്ളിൽ മാത്രം നിന്നുകൊണ്ട് ഞാൻ അറിവുള്ളവനാണ്, ഞാൻ പണ്ഡിതനാണ്, എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ഭാവനയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? പക്ഷേ ഇതിനൊക്കെ പരിമിതിയില്ലേ? കാണാൻ പറ്റുന്നതേ വിശ്വസിക്കൂ എന്ന് പറയുന്നതിനൊന്നും ഇന്ന് യാതൊരു അടിസ്ഥാനമില്ല അല്ലേ? ഈ ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിച്ച ഒരു സാധനം നമ്മൾ ആരും കാണാത്ത ഒരു സാധനമായിരുന്നു വൈറസ്, കൊറോണ എന്നും കോവിഡ് എന്നും ഒക്കെ പറഞ്ഞത്.
അപ്പോൾ കാണാൻ പറ്റാത്തതിനെ വിശ്വസിച്ചേ പറ്റൂ. കാണാൻ പറ്റാത്തത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ 3D എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ ബോധമണ്ഡലത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ബോധം ഇപ്പോൾ ഈ റൂമിനകത്തിരിക്കുമ്പോൾ, ഈ ഹാളിനകത്തിരിക്കുമ്പോൾ ഇതിനകത്തുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ഇത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. നമ്മുടെ അറിവിൽ അത്ര മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് എന്താണ് നടക്കുന്നത് നമുക്ക് അറിയണം എങ്കിൽ 3D കടന്ന് നമ്മൾ പോകണം. 4Dയിലേക്ക്, 4-3, അതായത് 4ാമത്തെ ഡയമെൻഷൻ, 5ാമത്തെ ഡയമെൻഷൻ, 6ാമത്തെ ഡയമെൻഷൻ. ഇതാണ് നമ്മുടെ നമ്മളിപ്പോൾ ഇൻഡിവിജ്വൽ അവെയർനെസ് എന്ന് പറയുന്ന ഒരവസ്ഥ. വ്യക്തികൾക്ക് ഇൻഡിവിജ്വൽ അവെയർനെസ് എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ അവെയർനെസ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കോസ്മിക് അവെയർനെസ്സിലേക്ക് നമ്മൾ എത്തുന്നു. അവിടെ പിന്നെ ഫ്യൂച്ചറുമില്ല, പാസ്റ്റുമില്ല, എല്ലാം പ്രസൻറ്റാണ്. അതുകൊണ്ടാണ് ആ തലത്തിലെത്തിയ ആളുകളെ സംബന്ധിച്ച് എത്ര വർഷം മുമ്പ്, എത്ര കാലം മുമ്പ് കഴിഞ്ഞതും ഇനി എത്ര കാലം കഴിഞ്ഞ് വരാനിരിക്കുന്നതും അവർക്ക് പറയാനും അറിയാനും അനുഭവിക്കാനും കഴിയുന്നത് അതുകൊണ്ടാണ്. അപ്പം സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്സ് മീൻസ് ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ, അല്ലെ പ്രോഗ്രസ് ഫ്രം ഇൻഡിവിജ്വൽ അവെയർനെസ് ടു കോസ്മിക് അവെയർനെസ്. അതുകൊണ്ടാണ് അവർ സർവ്വശക്തരെന്നും സർവജ്ഞരെന്നും സർവ്വവ്യാപികളും എന്നൊക്കെ പറയുന്നത്. ഇത് എനിക്കും നിങ്ങൾക്കും ആർക്കും എത്തിച്ചേരാൻ പറ്റുന്നൊരു മണ്ഡലമാണ്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തയില്ല. നമ്മൾ വെറും ഒരു പീടികയും ഇട്ടുകൊണ്ട്, ഒരു മുറക്കാങ്കട ഇട്ടുകൊണ്ട് നമ്മൾ ജീവിത അവസാനം വരെ അവിടുന്ന് കിട്ടുന്നതിൽ സന്തോഷിച്ചിരിക്കുന്ന ആളുകളാണ്. എന്നാൽ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വലിയൊരു വ്യവസായ സ്ഥാപനം തുടങ്ങുന്നതിനെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് ഇട്ടിരുന്നാൽ, ചെറുതൊന്ന് തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പറ്റും. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ അവൻ്റെ ലക്ഷ്യം എന്താണെന്നും അവൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നും അവൻ ജനിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചൊരു പൂർണ്ണമായൊരു ബോധമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി, ഉള്ളതിൽ മാത്രം തൃപ്തി വെച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ എന്നും മുറുക്കങ്കട ഇരിക്കാനേ പറ്റും. മനസ്സിലായില്ലേ? അപ്പം ഒരു ചായക്കട കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ചായ വിറ്റിരുന്ന ഒരാളാണ്, കൊണ്ടു നടന്ന് കൊടുത്തിരുന്ന ഒരാളാണ് അച്ഛനെ സഹായിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയെങ്കിൽ അത് തന്നെ നമുക്കൊരു പാഠമല്ലേ? പേപ്പർ വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം അദ്ദേഹമെങ്കിൽ അതും നമുക്കൊരു മാതൃകയല്ലേ? അപ്പം ലക്ഷ്യം വളരെ വലുതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആധ്യാത്മികമായൊരു മാർഗം എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് വരുമ്പോഴും ലക്ഷ്യം എല്ലാ മനുഷ്യനെ സംബന്ധിച്ച് ഒന്നാണ്. അവിടെ എന്താണ് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന് മാത്രമേ കഴിയൂ ഈശ്വരനാകാൻ എന്നുള്ളതാണ്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ ഒരു പദവിയാണ് ഈശ്വരൻ്റെ ഒരു സ്റ്റാറ്റസ്. നേരത്തെ പറഞ്ഞ എല്ലാം അറിയുന്ന അവസ്ഥ, എന്തും ചെയ്യാൻ കഴിയുന്ന അവസ്ഥ. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലായിടത്തും വ്യാപിക്കാൻ കഴിയുന്ന അവസ്ഥ ആയിരുന്ന ഗുരുക്കന്മാരാണ് നമുക്കിവിടെ ഉണ്ടായിരുന്ന ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരും അതുപോലെ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളും. ഇതൊക്കെ ഞാൻ പറയുന്നതിന് എനിക്ക് പേഴ്സണലായിട്ടുള്ള അനുഭവമുണ്ട്. ഒരു 12 വയസ്സ് മുതൽ എൻ്റെ ഗുരുവുമായിട്ടുള്ള ബന്ധം, ഇവിടെ താമസിക്കുകയും ഇവിടെ തന്നെ ഞാൻ പോയി പഠിക്കുകയും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ കൂടെ നിന്ന് മനസ്സിലാക്കി അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ വേദാന്തത്തിൻ്റെ സാരം എന്ന് പറയുന്നത് അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഞങ്ങളൊക്കെ ഇവിടെ ഈ ആശ്രമത്തിൽ നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ അത്ഭുതങ്ങളൊന്നും തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു അത്ഭുതമല്ല. ഇപ്പം അന്തരീക്ഷത്തിൽ നിന്ന് ലഡ്ഡു എടുക്കുന്നു, ഭസ്മം എടുക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഗുരുനാഥൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഒരു നമ്മുടെ ഇഗ്നോറൻസ് കൊണ്ടാണ് നമ്മൾക്കിത് അത്ഭുതമായി തോന്നുന്നത്. 2 വായുക്കൾ ചേർത്താൽ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നാണ് വെള്ളം ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞുകൂടാത്തവരെ സംബന്ധിച്ച് അവരെ മുമ്പേ കൊണ്ടുവന്ന് ഹൈഡ്രജനും ഓക്സിജനും കൂടെ സംയോജിപ്പിച്ച് വെള്ളം ഉണ്ടാക്കിയാൽ അത്ഭുതമാണ്, ഇല്ലേ? അപ്പം കാണാത്ത 2 വസ്തുക്കളെ യോജിപ്പിക്കുമ്പോൾ കാണാൻ പറ്റുന്ന വെള്ളം ഉണ്ടാകുന്നു. കാണാൻ പറ്റാത്ത 2 വായുക്കളാണ്, ഗ്യാസുകൾ, അല്ലേ? അതുകൊണ്ട് വെള്ളം ഉണ്ടാകുന്നു. ഇത് അത്ഭുതമെന്ന് തോന്നുന്നത് ഈ ശാസ്ത്രം അറിഞ്ഞുകൂടാത്തവർക്കാണ്. അതാണ് ഇഗ്നോറൻസ് ഈസ് ദി ബേസ് ഓഫ് മിറാക്കിൾ എന്ന് പറയുന്നത്. ഗുരു പറയുന്നത് അതാണ്. അപ്പം ഈ മിറാക്കിൾ എന്ന് പറയുന്നത് ഒന്നുമില്ല. ഏതിനെ വേണോ മെറ്റീരിയലൈസ് ചെയ്യാനും ഡീമെറ്റീരിയലൈസ് ചെയ്യാനും പറ്റും. നമുക്ക് തോന്നും അദൃശ്യതയിൽ നിന്ന് അദൃശ്യത ഉണ്ടായി, അല്ലേ? അരൂപത്തിൽ നിന്ന് സ്വരൂപം ഉണ്ടായി, നിർഗുണത്തിൽ നിന്ന് ഗുണമുണ്ടായത് വസ്തുവിനെ സൃഷ്ടിക്കുക. ഇത് തന്നെയാണ് നമ്മുടെ സയൻസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പിൽക്കാലത്ത് പറഞ്ഞതും മാറ്റർ ഇൻറ്റു എനർജി, എനർജി ഇൻറ്റു മാറ്റർ. ഏത് മാറ്ററിനെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനർജിയായി മാറും. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എനർജി ആയിക്കഴിഞ്ഞാൽ. എനർജി കണ്ടാരെങ്കിലും ഉണ്ട്? ഇതേ എനർജിയിൽ നിന്ന് തന്നെയാണ് മാറ്റർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മാറ്റർ ഇൻറ്റു എനർജി, എനർജി ഇൻറ്റു മാറ്റർ, അല്ലെങ്കിൽ E = mc² എന്ന് പറയുന്നത് അതാണ്.
അപ്പോൾ ഇത്രയും ശാസ്ത്രം ഇന്ന് പഠിച്ച ഈ ലോകത്ത് നിന്ന് നിൽക്കുമ്പോൾ പോലും ആധ്യാത്മികത എന്താണെന്ന് നമ്മുടെ സമൂഹത്തിന് എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ മനസ്സിലായി എന്ന് ബോധ്യപ്പെടുത്താൻ എന്ന് പറയാൻ തുറന്ന് സമ്മതിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗുരുക്കന്മാർ ഈ ആശ്രമത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഒന്നും ഭൗതികം വേറെ ആധ്യാത്മികം വേറെ എന്നുള്ളൊരു ചിന്തയൊന്നുമല്ല. ഭൗതികവും ആധ്യാത്മികവും തമ്മിലുള്ള അതിർവരമ്പൊന്നുമില്ല. ആകെ ആധ്യാത്മികമേ ഉള്ളൂ. ആധ്യാത്മികം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലേക്ക് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അതിനെ സ്പിരിച്വാലിറ്റി എന്നോ അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നെസ് എന്നോ ഒക്കെ പറയും. ബ്രഹ്മം, ഈശ്വരൻ. ആ പ്യുവർ കോൺഷ്യസ്നെസ്സിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ഈ പറയുന്ന ഭൗതികം, ഈ പ്രപഞ്ചം, ഈ ജഗത്ത് എന്ന് പറയുന്നത്. അദൃശ്യതയിൽ നിന്നാണ് ദൃശ്യത ഉണ്ടായത്. അപ്പം അതുകൊണ്ട് രണ്ടും രണ്ടല്ല. അപ്പോൾ ഒരിക്കലും ഭൗതികം എന്ന് പറയുന്നത് സന്യാസിക്കോ സന്യാസത്തിനോ നമ്മുടെ സംസ്കാരത്തിനോ ധർമ്മത്തിനോ ഒന്നും തന്നെ തടസ്സമല്ല. സമ്പത്ത് വേണം. സമ്പത്തില്ലാതെ ഒന്നും നടക്കില്ല. കാരണം സമ്പത്ത് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു അറിവ്, ഒരു തിരിച്ചറിവ്, അതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ചാലാണ് സന്യാസം ഉണ്ടാകുക. തെറ്റാണ്. സന്യാസിക്ക് ഒന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം ഉപേക്ഷിക്കണമെങ്കിൽ അവൻ്റെതാണെന്നുള്ളൊരു വിചാരം വേണ്ടേ. എൻ്റേത് മാത്രമല്ലേ എനിക്ക് ഉപേക്ഷിക്കാൻ ഒക്കും. എൻ്റേതൊന്നുമില്ല എന്ന് വിചാരിച്ചാലോ? അതല്ലേ സത്യം. നമ്മൾ വെറും കസ്റ്റോഡിയൻസാണ്. എൻ്റെ സ്വന്തമായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു അറിവ് ആണ് ശരിക്കും നമ്മുടെ വേദാന്തത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഗുരു ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരിൽ തുടങ്ങി ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലേക്ക് വന്ന് അവിടെ നിന്നൊരു മൂന്നാമത്തെ ജനറേഷനിൽ പെടുന്നവരാണ് ഞങ്ങളൊക്കെ. എന്ന് ചോദിക്കാൻ അപ്പോൾ പറഞ്ഞോണെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞു പോകും. അന്ന് എടുത്തിയ ഈ ബോധത്തെക്കുറിച്ചാണല്ലോ നമ്മൾ, ഈശ്വരനാണ് ബോധം എന്നാണ് നമ്മുടെ അടിസ്ഥാന തത്വം. അപ്പോൾ ബോധത്തിൻ്റെ പരിണാമമാണ്, ഇതാണ് ഗുരുക്കന്മാർ കാണിക്കുന്ന വഴി. പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആധ്യാത്മിക മറ്റു രീതിയിലൊക്കെ പോയി. ഈ കർമ്മം കൊണ്ടൊന്നും പാവം ക്ഷയിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് തന്നെ ഗുരുക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കർമ്മം കൊണ്ട് തന്നെ ഒരു പരിഹാരമല്ല അത്. ബോധത്തിൻ്റെ വികാസം, ബോധത്തിൽ ഉറച്ചുകൊണ്ടുള്ള മനസ്സിൻ്റെ വികാസം, അതിൽ കൂടി മാത്രമേ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഗുരുക്കന്മാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആധ്യാത്മിക മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ മറ്റ് പൂജകളോ അല്ലെങ്കിൽ അങ്ങനെ പരിഹാരങ്ങൾ ചെയ്യുക. ഒരാൾ പൂജ ചെയ്ത് പരിഹരിച്ചാൽ 2 പ്രശ്നം മാറുമെങ്കിൽ എല്ലാവർക്കും പാപം ചെയ്യാമല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ ഒന്ന് സ്വാമി മാറ്ററിലേക്ക് വന്നിട്ടുണ്ട്. നോക്കൂ, ഈ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ പരിഹാരമുള്ളതും പരിഹാരമില്ലാത്തതുമുണ്ട്. അവിടെ 3 തരത്തിലാണ് ശരിക്കും കർമ്മങ്ങളുള്ളത്. അതിലൊന്ന് പ്രാരബ്ധം, ഇന്നൊന്ന് സഞ്ചിതം, മൂന്നാമത്തേത് ആഗാമികം എന്ന് പറയും. പ്രാരബ്ധം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ആർജിച്ച കർമ്മങ്ങളുടെ ലയബിലിറ്റി, ബാധ്യതയാണ്. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ, അതൊരു ബാധ്യതയായി അവശേഷിച്ചിട്ടില്ല എങ്കിൽ, അതായത് എടുത്ത കടം കൊടുക്കാൻ ഇനിയും ബാക്കിയുണ്ട് എങ്കിൽ അതിനാണല്ലോ ബാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ആരംഭിച്ച ഓൾറെഡി പല ജന്മങ്ങളിലായി ആരംഭിച്ച് ചെയ്തു വന്നിരുന്ന കർമ്മങ്ങൾ പൂർത്തീകരിക്കാത്തത് അവസ്ഥയിൽ മരണപ്പെടുകയും അപ്പോൾ അതങ്ങ് കടമായി തന്നെ നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇനി ജനിക്കേണ്ടി വരുന്നത്. നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തേ പറ്റൂ. അപ്പോൾ ആ രീതിയിൽ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. അങ്ങനെ പൂർവ്വജന്മങ്ങളിൽ ആർജിച്ച കർമ്മങ്ങൾ ഒരു ജന്മത്തിന് കാരണമാകുന്നു. അന്ന് ചെയ്തിട്ടുള്ള പുണ്യമെന്ന് പറഞ്ഞാൽ നന്മ, ധാർമ്മികമായ കർമ്മങ്ങൾ. അന്ന് ചെയ്തിട്ടുള്ള തിന്മ, അധാർമികമായ അല്ലെങ്കിൽ നെഗറ്റീവായ ആക്ഷൻസ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലം അനുഭവിക്കുന്നതിന് മനുഷ്യൻ, ആ ഒരു ആത്മാവ് ഭൂമിയിൽ വന്നേ പറ്റൂ. അതിനൊരു അച്ഛനും അമ്മയും കാരണക്കാരായേ പറ്റൂ. അപ്പോൾ ഈ ജനിച്ചു കഴിയുന്ന ആൾക്കാർക്ക്, ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യരെ നോക്കുമ്പോഴും വെറും ദുഃഖം മാത്രമുള്ള ആരെയും ഇന്ന് ലോകത്ത് കാണാൻ പറ്റില്ല. എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ സുഖം, അല്ലെങ്കിൽ ഒന്ന് ചിരിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. അതുപോലെ സുഖം മാത്രമുള്ള ആരെയും കാണാൻ പറ്റില്ല. സമ്പത്ത് കുന്നുകൂട്ടി വച്ചിരിക്കുന്ന ആളുകളെ നോക്കിയാലും അവർക്ക് സുഖം മാത്രമല്ല. അപ്പോൾ അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മൾ 2 രീതിയിലും നമ്മൾ കർമ്മം ചെയ്യുന്നു. പുണ്യവും പാപവും, അല്ലെങ്കിൽ പോസിറ്റീവ് ആക്ഷൻ, നെഗറ്റീവ് ആക്ഷൻ, ധാർമ്മികം, അധാർമികം, ഇങ്ങനെ പറയുന്ന കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കാൻ നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നു. അപ്പോൾ ജനിക്കുമ്പോൾ അതാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാരബ്ധം എന്ന് പറയുന്നതിനൊരു പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ, പരിഹാരം എന്ന് പറയുന്നത് അനുഭവം തന്നെയാണ്.
അനുഭവിച്ചാലേ തീരൂ. അതിന് മരുന്നും മന്ത്രവും ഒന്നും ബാധകം ആവില്ല. അനുഭവം. കാരണം ഇത് അനുഭവിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ പരിഹാരം എന്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജ്യോത്സ്യന്മാർക്കും ആർക്കും പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഇതിനൊക്കെ മരുന്നും മന്ത്രവും പ്രയോജനപ്പെടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയോജനപ്പെടും. കാരണം അതൊരു മറുകർമ്മമാണ്. നമ്മൾ തന്നെയാണത് ചെയ്യുന്നതെങ്കിൽ നമ്മളല്ലേ മരുന്ന് സേവിക്കുന്നത്, നമ്മളല്ലേ ആ മന്ത്രം ജപിക്കുന്നത്. അപ്പോൾ ഒരു മറുകർമ്മമാണ്, ഒരു പരിഹാര കർമ്മമായിട്ട് അത് പ്രയോജനപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം പൂർവജന്മാർജിതം കർമ്മം വ്യാധിരൂപേണ ജായതേ എന്നാണ് ആയുർവേദത്തിലൊക്കെ പറയുന്നത്. വ്യാധിയായിട്ട് വരുന്നത് എല്ലാം പൂർവജന്മാർജിത കർമ്മങ്ങൾ തന്നെയാണ്. അതിൽ ജന്മന ഒരാളിന് അസുഖം ഉണ്ടെങ്കിൽ ആരാ ഉത്തരവാദി? ഈശ്വരൻ അത്രത്തോളം കരുണയില്ലാത്ത ആളാണോ? ഒരാൾ ജനിക്കുമ്പോൾ കൈയില്ലാതെ ജനിക്കുന്നു, അല്ലെ കാല് മുടന്തനായിട്ട് ജനിക്കുന്നു, രോഗിയായിട്ട് ജനിക്കുന്നു, പോളിയോ ആയിട്ട് പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജന്മനാ ഒരാൾ എന്ത് ഭാവം ചെയ്യുന്നത് എന്നാണ് ഇവിടുത്തെ വിശ്വാസി അല്ലാത്തവൻ ചോദിക്കുന്നത്. ഇവിടുത്തെ അവിശ്വാസിക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനോ ഇനി വിപ്ലവകാരിക്കോ ഇനി ഇവിടുത്തെ യുക്തിവാദിക്കോ മനസ്സിലാകാത്ത ഒരു ശാസ്ത്രമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ആദ്യം ഇവിടുത്തെ സയൻസ് തന്നെ, ശാസ്ത്രലോകം തന്നെ അംഗീകരിച്ച പൂർവ്വജന്മ സിദ്ധാന്തവും പുനർജന്മവും എന്നുള്ളതിനെ നമ്മൾ അംഗീകരിക്കണം. ചിലയിടത്തൊക്കെ കുട്ടികൾ ജനിച്ചിട്ട് കണ്ടില്ലേ, ഞാൻ കഴിഞ്ഞ എൻ്റെ ഭാര്യയെ കാണാൻ പോകണം, കുട്ടിയാണ് പറയുന്നത്, എൻ്റെ അച്ഛനെ എനിക്ക് കാണണം, എൻ്റെ അമ്മയെ എനിക്ക് കാണണം എന്ന് പറയുന്ന അനുഭവങ്ങൾ നമ്മുടെ ഭാരതത്തിൽ തന്നെ എത്രയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എവിടെയാണെന്ന് പറയുമ്പോൾ കിലോമീറ്ററുകളോളം ഒരുപക്ഷെ വേറെ സംസ്ഥാനങ്ങളിലായിരിക്കും. കൂട്ടിക്കൊണ്ട് പോകുമ്പോഴെന്താ ആ വീട്ടിലേക്ക് ഓടിക്കയറുകയും കഴിഞ്ഞ ജന്മം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ എടുത്ത് പ്ലേ ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതി എന്തുകൊണ്ടുണ്ടാകുന്നു? അപ്പോൾ പൂർവ്വജന്മം എന്ന് പറയുന്ന അല്ലെങ്കിൽ പുനർജന്മം എന്ന് പറയുന്നത് ഒരു സത്യമാണെന്ന് അംഗീകരിച്ച് നമ്മൾ മുമ്പോട്ട് പോയാൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാവൂ. ഇതൊന്നും വിപ്ലവം തലയിൽ കയറിയാൽ മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. വേദാന്തം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിപ്ലവം. വിപ്ലവം എന്ന് പറഞ്ഞാൽ മാറ്റം, ട്രാൻസിഷൻ ഉണ്ടാകുന്ന മാറ്റത്തിന് കാരണമാകുന്നതാണ്, അല്ലേ? അപ്പം മാറ്റം ഉണ്ടാകേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ബോധമണ്ഡലത്തിലാണ്. അപ്പോൾ ബോധമണ്ഡലത്തിൽ മാറ്റം വരുമ്പോഴും മാത്രമാണ് ഭൗതികമായ മാറ്റങ്ങൾ നമുക്ക് പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഒക്കെ പൂർണ്ണമായും ശരിയല്ല. കാരണം പരിണാമം സംഭവിക്കുന്നത് ശരീരത്തിന് ആണ് എന്നുള്ളതാണ് തെറ്റ്. മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കലും മനുഷ്യൻ വന്നത് കുരങ്ങിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നില്ല നമ്മൾ. ഇന്നും ശാസ്ത്രം അത് അംഗീകരിക്കുന്നില്ല. ശാസ്ത്രം അറിയുന്നവൻ അംഗീകരിക്കാത്തൊരു കാര്യമാണ്. ഒരിക്കലും ഒരു കുരങ്ങിന് പരിണാമം വന്ന് മനുഷ്യനാകിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് കുരങ്ങുണ്ടാകരുത്. പരിണാമം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന, പ്രകൃതിയിലുണ്ടാകുന്ന ചില പ്രതിഭാസങ്ങളുടെ ഫലമായിട്ട് ശാരീരികമായിട്ടുണ്ടാകുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യനുണ്ടായതെങ്കിൽ പിന്നെ ആ കുരങ്ങുണ്ടാകരുതല്ലോ. ഇന്നും കുരങ്ങില്ലേ? ഇല്ലേ? അപ്പം പരിണാമം എന്ന് പറയുന്നത് നമ്മുടെ ബോധമണ്ഡലത്തിൽ ഉണ്ടാകേണ്ടതും ആ ബോധത്തിന് പരിണാമം ഉണ്ടാകണമെങ്കിൽ അത് ബുദ്ധി പ്രവർത്തിക്കണം, മനസ്സ് പ്രവർത്തിക്കണം. അതെങ്ങനെയാണ് ബോധമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ശുദ്ധബോധ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത് എന്നുള്ള ശാസ്ത്രമാണ് വേദാന്തം എന്ന് പറയുന്നത്. അതിന് വഴികാട്ടുന്ന ആളിൻ്റെ പേരാണ് ഗുരു. മനസ്സിലായില്ലേ? ഗുരുവിൻ്റെ വലിപ്പം നിർണ്ണയിക്കേണ്ടത് എത്ര ശിഷ്യന്മാരുണ്ട്, എത്ര സ്വത്തുണ്ട്, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടല്ല. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് പൂർണ്ണമായ ജ്ഞാനിയാണ്, അദ്ദേഹം ത്രികാലജ്ഞനാണ്. അങ്ങനെയുള്ള ഒരാളിന് തീർച്ചയായിട്ടും ഒരു മനുഷ്യനിൽ പരിവർത്തനം സൃഷ്ടിക്കാൻ കഴിയും. പക്ഷേ പരിവർത്തനം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറയുമ്പോഴും അതിന് യോഗ്യരായ വ്യക്തികളുണ്ടാകണം. പാത്രം അതിനർഹമായിട്ടുള്ളതായിരിക്കണം, ഇല്ലേ? ഇപ്പോൾ നമുക്ക് ഒരാളിനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നമുക്ക് ഒരു MA-യുടെ ഒരു ക്ലാസ്സിൽ കൊണ്ടിരുത്തിയിട്ട്, അല്ലേ, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ക്ലാസ്സിൽ കൊണ്ടിരുത്തി അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് പഠിക്കുന്ന പറഞ്ഞാൽ തലയിൽ കയറുമോ? അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഒരു സ്റ്റാറ്റസിൽ, ആ ഒരു തലത്തിൽ, ആ ഒരു സ്റ്റാൻഡേർഡിൽ എത്തണമെങ്കിൽ താഴോട്ടുള്ള പാഠങ്ങൾ പഠിച്ചിരിക്കണം. എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്ത് ഒരു ഗുരുവിനും അങ്ങനെ ഒരു ശിഷ്യനെയും സഹായിക്കാൻ പറ്റില്ല. പറ്റും, അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞു വന്നത് ഈ പ്രാരബ്ധം എന്ന് പറഞ്ഞതിനും പരിഹാരമുണ്ട്. മന്ത്രവും ഇതും ഒരു പരിധിവരെ പരിഹാരമാണ്, എങ്കിലും പൂർണ്ണ പരിഹാരമല്ല. പിന്നെ പൂർണ്ണമായ പരിഹാരം എവിടെയാണ്, ആർക്കാണ് ചെയ്യാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് ഗുരുവിന് മാത്രമേ പറ്റൂ. ആ ഗുരുവിന് പറ്റണം എങ്കിൽ ശിഷ്യനിൽ ആ ബോധം ഉണ്ടാകണം. പൂർണ്ണമായിട്ടും ഗുരുവിൽ സമർപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ മാത്രമേ തന്നെ സമർപ്പിക്കാൻ, ആത്മസമർപ്പണം നടത്തുവാൻ ഗുരുവിൽ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഗുരുവിന് ആക്ട് ചെയ്യാൻ പറ്റൂ. ചാനൽ 30യുടെ പുതിയ അപ്ഡേഷനുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.